ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? പിന്നെ കുറച്ച് നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വോയിസ് ഓവർ കൊടുക്കാനുള്ള മടി കൊണ്ട് ഇങ്ങനെ നീണ്ടു പോയതാണ് കേട്ടോ. എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ വേഗം ജോലിയൊക്കെ തീർത്തിട്ട് വേണം പോകാനായിട്ട്. എഴുന്നേറ്റ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കപ്പലണ്ടിയും തിന്നു. പിന്നെ എൻ്റെ അടുക്കള ഞാനൊന്ന് പരിഷ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പരിഷ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഹസ്സും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തു. കിച്ചൺ മാത്രം. അതിൻ്റെ ജനലൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല കേട്ടോ. അതിനെ കുറിച്ച് വേറെ ടൈപ്പ് പെയിൻറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അതവിടെ കിടക്കുകയാണ്. ബാക്കിയൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്തതൊക്കെ അടിപൊളിയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ രാവിലെ അപ്പത്തിൻ്റെ മാവ് ഇരിക്കണുണ്ടായിരുന്നു. ഗ്രീൻ പീസ് കറി തലേന്ന് വെച്ചതും ഇരിക്കണുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഒരു തിരക്കായിട്ടുള്ള കുക്കിങ്ങൊന്നും വേണ്ടായിരുന്നു. അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിരുന്നു നേരത്തെ. പിന്നെ അതൊക്കെ ഒന്ന് കറിയൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തോരനായിട്ട് വെണ്ടക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചോറാണെങ്കിൽ ഇത് തിളച്ച് വരുന്നുണ്ട്. അതും അടുപ്പത്ത് വെച്ചെടുക്കണം. എനിക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞത് പഞ്ചായത്തിലും ബ്ലോക്കിലും ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ടൊന്ന് പോകണമായിരുന്നു. അപ്പോൾ നമ്മളൊരു ജോലിക്ക് പോയി തുടങ്ങുകയാണെങ്കിലും ഇങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ഇതൊക്കെ പണികളൊക്കെ തീർക്കണമല്ലോ. കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലിട്ടു. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്ത് വെക്കാനുണ്ടായിരുന്നു. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. സൺഡേസിലാണ് ഞാനതൊക്കെ ചെയ്യാറ്. ഈ സൺഡേ കുറച്ച് ബിസിയായിരുന്നു. എനിക്ക് രാവിലെ മുതൽ ഓരോ സ്ഥലത്ത് പോക്കായിരുന്നു. വൈകിട്ടായാലും അതിനുള്ളൊരു ടൈം കിട്ടിയില്ലായിരുന്നു. പിന്നെ വെണ്ടയ്ക്ക തോരനും ചോറൊക്കെ റെഡി ആയപ്പോഴേക്കും ഞാനിതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടോ. പിന്നെ ഒരു പീസ് പപ്പായ ഉണ്ടായത് കട്ട് ചെയ്ത് വെച്ചു. ഇതൊക്കെ കഴിഞ്ഞ് വേഗം അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അക്ഷയയിലൊന്ന് കയറിയിട്ട് വേണമായിരുന്നു പോകാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ അക്ഷയ. പിന്നെ ഞാൻ ബസ്സിലും ഓട്ടോയിലായിട്ടായിരുന്നു എൻ്റെ യാത്ര മുഴുവൻ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു.